ഹായ് ഹലോ എവ്രിവൺ. FIUGP MDC മാത്സിലെ മൊഡ്യൂൾ 3ലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ ആണ്. അതിലെ കുറച്ച് ബേസിക് ഫോർമുലാസ് നോക്കാം. എമൗണ്ട് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1+R/100 റേസ് ടു N ആണ്. അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1+R/100 റേസ് ടു N മൈനസ് 1 ആണ്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഇഫ് ഇൻട്രസ്റ്റ് ഇസ് കമ്പ്യൂട്ടഡ് 1/2 ഇയർലി എമൗണ്ട് എന്തായിരിക്കും? P ഇൻറ്റു 1+R/2 ഇൻറ്റു 100 റേസ് ടു 2N. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1+R/2 ഇൻറ്റു 100 റേസ് ടു 2N മൈനസ് 1 ആയിരിക്കും. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 1/2 ഇയർലി ആയിരുന്നു. ഇനി പറയാൻ പോകുന്നത് ക്വാർട്ടർലി ആണ്. ക്വാർട്ടർലി ആണെങ്കിൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1+R/4 ഇൻറ്റു 100 റേസ് ടു 4N ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഫോർത്ത് വൺ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് കമ്പ്യൂട്ടഡ് ആനുവലി ബട്ട് ടൈം ഈസ് ഇൻ ഫ്രാക്ഷൻ. ടൈം ഫ്രാക്ഷൻ രീതിയിലാണ് തന്നതെങ്കിൽ, അതായത് A/B എന്നുള്ള രീതിയിലാണ് തന്നതെങ്കിൽ എമൗണ്ട് എങ്ങനെയാണ് കാണുക? എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1+R/100 റേസ് ടു N ഇൻറ്റു 1+A/B/R ഹോൾ ഡിവൈഡഡ് ബൈ 100. അതായത് 1+A/B ഇൻറ്റു ആറിൻ്റെ ഹോൾ ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. ഓക്കെ. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ R1%, R2%, R3%. ഫോർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ ആണെങ്കിൽ എമൗണ്ട് എങ്ങനെയാണ് കാണുക? P ഇൻറ്റു 1+R1/100 ഇൻറ്റു 1+R2/100 ഇൻറ്റു 1+R3/100 ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹8,000 അറ്റ് 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയർ കമ്പ്യൂട്ട് ആനുവലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ₹8,000 ആണ് തന്നിട്ടുണ്ട്. അതായത് P ഈക്വൽ ടു 8,000 ആണ്. അറ്റ് 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് R എന്ന് പറയുന്നത് 4 ആണ്. ഫോർ 2 ഇയേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? N ഈക്വൽ ടു 2 ആണെന്ന് കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഹാഫ് ഇയർലിന്നോ ക്വാർട്ടർലിന്നോ അല്ലെങ്കിൽ ടൈം ഫ്രാക്ഷൻ ആക്കി ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് P ഇൻറ്റു 1+R/100 റേസ് ടു N മൈനസ് 1 എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 652.8 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.